നല്ല വീട് പ്രേക്ഷകരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് ചേട്ടാനിയന്മാർ പരസ്പര സഹായം എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. ചേട്ടനായാലും ശരി, അനിയനായാലും ശരി, ഒരാൾ ബുദ്ധിമുട്ടുമ്പോൾ അവരെ തീർച്ചയായും സഹായിക്കണം. അനർത്ഥകാലത്ത് അവൻ സഹോദരനായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. എന്നാൽ ചിലർ തങ്ങളുടെ പാവപ്പെട്ട അവസ്ഥ കാരണം കാണിച്ചുകൊണ്ട് ജീവിതത്തിൽ അധ്വാനിച്ചു മുന്നേറണം എന്നുള്ള ഒരു ചിന്ത പോലുമില്ലാതെ മറ്റുള്ളവരെ കബളിപ്പിച്ച് മടിയന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവരെ സഹായിക്കുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ സ്വർഗലോകത്ത് നമുക്ക് നല്ല ഫലം കിട്ടും. ഇപ്പോൾ ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. എന്താ അങ്കിൾ ഒരു വല്ലായ്മ പോലെ? വീട്ടില് കുറച്ച് പ്രശ്നങ്ങളാ. വീട്ടിൽ പ്രശ്നമോ? ആരെ പ്രശ്നം? രഞ്ജിത്താണോ മാലതിയാണോ? രണ്ടുപേരും അല്ല. രണ്ടുപേരും അല്ലെന്നോ? അതേ മോളെ, എല്ലാം എന്റെ അനുജനെ വെച്ചോണ്ടാ. അങ്കിളിന്റെ അനിയനോ? പുള്ളി വീണ്ടും പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയോ? അതേ മോളെ. ചേട്ടാ, സുഖം തന്നെയല്ലേ? ഭാസ്കർ, നീ എപ്പോഴാ വന്നേ? എന്താ ചേട്ടാ, സുഖമല്ലേന്ന് ചോദിക്കുന്നതിന് പകരം എപ്പോ വന്നെന്നാണോ ചോദിക്കുന്നത്? ഇപ്പോ നീ എന്തിനാ ഇവിടെ വന്നത്? ഇത് കണ്ടില്ലേ, വീണ്ടും മുഖത്തടിക്കുന്ന പോലെ സംസാരിക്കില്ല ചേട്ടാ. സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കേ. നിനക്ക് സുഖത്തിന് എന്ത് കുറവാ? പക്ഷേ എന്റെ സമാധാനം ഇല്ലാതാകുന്നത്. എന്തിനാ ചേട്ടാ എങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? അങ്ങനെ ചോദിക്കേ. ഇതാണ് എനിക്ക് ചേട്ടന്റെ അടുത്ത് ഇഷ്ടപ്പെട്ടത്. ചുറ്റി വളയ്ക്കാതെ നേരെ കാര്യത്തിലേക്ക് കിടക്കും. ഞാൻ എന്തിനാ ഇപ്പൊ ചേട്ടനെ അന്വേഷിച്ചു വരുന്നേ? പൈസക്ക് വേണ്ടി തന്നെ ചേട്ടാ. പൈസയോ? എത്ര പ്രാവശ്യമാടാ നിനക്ക് ഞാൻ പൈസ തരുന്നത്? എന്തിനാ ചേട്ടാ കണക്കൊക്കെ നോക്കുന്നേ? ഏട്ടൻ എന്താ ഇങ്ങനെ എന്നും പറഞ്ഞ് എപ്പോഴും തന്നോണ്ടിരിക്കാൻ പറ്റുമോ? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ? ഞാൻ ചേട്ടനെ ലിമിറ്റ് നോക്കിയാണോ സഹായിച്ചത്? അച്ഛൻ എനിക്ക് തന്ന സ്ഥലം ചേട്ടന്റെ പേരിൽ എഴുതി തന്നില്ലേ? ഏട്ടനെ പോലെ ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ വസ്തുവിന്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ പണമല്ലേ നിനക്ക് ഞാൻ തന്നത്? ചേട്ടാ, അത് അപ്പോ. ഇപ്പൊ അതല്ലല്ലോ വില. ഇന്നത്തെ ഭൂമിയുടെ വില അനുസരിച്ച് അതിന്റെ വാല്യൂ കൂടുതലാ. അതുകൊണ്ട് നീ എപ്പോ ചോദിച്ചാലും ഞാൻ തന്നോണ്ടിരിക്കണോ? ഇപ്പൊ അവസാനമായിട്ട് ചേട്ടൻ എന്താ പറയുന്നത്? നാളെ വാ. ഇപ്പൊ നീ പോവാൻ നോക്കും. നിങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. എന്താ നോക്കുന്നേ? ഇങ്ങനെ ഓരോ തവണയും കൊടുത്താ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? നീ ഒന്ന് ക്ഷമയോടെ ഇരിക്കുന്നുണ്ടോ? എന്തിനാ ക്ഷമിക്കുന്നേ? ഇത്രയും കാലം ക്ഷമയോടെ ഇരുന്നത് പോരെ? നിങ്ങളുടെ അനുജനോട് സമ്പാദിക്കാൻ പറഞ്ഞൂടെ? നീ അടുക്കളയിൽ പോയി വലിയ ജോലി ഉണ്ടെങ്കിൽ ചെയ്യ്. ഇത് ഞാൻ നോക്കിക്കോളാം. അതെ അതെ, എന്തോന്ന് നോക്കും? ഞാനും കുറെ ആയിട്ട് നോക്കുന്നുണ്ട്. നാളെ ഇങ്ങി വരട്ടെ. നിങ്ങൾ എങ്ങനെയാ കാശ് കൊടുക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഇവിടെ ഉള്ളവർക്ക് ജീവിക്കാൻ വഴിയില്ല, എന്നിട്ട് എല്ലാം എടുത്തു കൊടുക്കുന്നേ. അവൻ ബോംബെയിൽ ഒരു കട നടത്തുക. അവന് ബിസിനസ് ഒന്നും നടത്താൻ അറിയത്തില്ല മോളെ. എന്തെങ്കിലും നഷ്ടം ഏർപ്പെട്ട ഉടനെ എൻ്റെ അടുത്തോട്ട് വരും.
ഞാനാണെങ്കിൽ അവൻ്റെ അടുത്തുനിന്ന് ആ വസ്തു വാങ്ങിച്ചതിൻ്റെ പേരിൽ കുറച്ച് പണം കൊടുത്തു. പറഞ്ഞതിലും കൂടുതലും കൊടുത്തു. പക്ഷേ അതൊരു കാരണം വെച്ചോണ്ട് വീണ്ടും വീണ്ടും വന്ന് പണം ചോദിക്കുക. ഇപ്പൊ അവൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ എപ്പോൾ നോക്കിയാലും വഴക്കാ. എന്നിട്ട് അങ്കിൾ എന്താ തീരുമാനിച്ചിരിക്കുന്നേ? പണം കൊടുക്കാൻ പോകുന്നോ അതോ തരാൻ പറ്റില്ലെന്ന് പറയാൻ പോകുന്നോ? കൊടുക്കണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷേ വീട്ടിലെ സാഹചര്യം ഓർക്കുമ്പോ അവനും ഒരു പാവമാ മോളെ. അങ്കിളിന്റെ ഇങ്ങനത്തെ കരുണയുള്ള സ്വഭാവം അങ്കിളിന്റെ അനിയൻ മുതലെടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. നന്നായി ആലോചിച്ച് തീരുമാനിക്കും അങ്കിൾ. ഉം. ചേച്ചി, ഞാനെന്ന് പറഞ്ഞത് തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ അല്ലേ? ഞാൻ എന്തിനാ അതിനൊക്കെ തെറ്റിദ്ധരിക്കുന്നേ? എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി, അതാ ചോദിച്ചത്. ആ പിന്നെ വീട്ടിലെന്തോ ഭാര്യയായിട്ട് വഴക്കാണെന്ന് കേട്ടല്ലോ. അല്ല, എന്നോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വഴക്കൊന്നുമില്ല ചേച്ചി, മനസ്സിന് ചെറിയൊരു സങ്കടം, അത്രേ ഉള്ളൂ. ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. സ്വന്തം ഭാര്യയെ തല്ലാൻ മാത്രം അത്രയ്ക്കെന്താ മനസ്സിന് സങ്കടം? മോനെ, ഞാൻ നിന്നെ ഉപദേശിക്കാൻ വന്നതല്ല. പക്ഷേ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ഞാൻ നിന്നോട് കാര്യം എന്താണ്, എന്തിനാ തല്ലിയത് എന്നൊന്നും ചോദിക്കുന്നില്ല. എങ്കിലും സ്വന്തം ഭാര്യയെ തല്ലുന്നത് തെറ്റ് തന്നെയാ. നിന്നെ വിശ്വസിച്ചു വന്ന ഭാര്യയെ എപ്പോഴും സ്നേഹിക്കണമെന്നല്ലാതെ അവളെ തല്ലാൻ ഒരിക്കലും തുനിയരുത്. ആദ്യം വീട്ടിലേക്ക് പോയി അവളെ സമാധാനിപ്പിക്കാനുള്ള വഴി നോക്ക്. ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം. ശരി ചേച്ചി. ശരി, ഞാൻ പോട്ടെ. ആ ശരി, ഞാൻ പോയി കണ്ടിട്ട് വരാം. നീ വെറുതെ സങ്കടപ്പെടാതെ. ഞാനല്ലേ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എടാ, വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെടാ. ദാ കാപ്പി എടുത്തു. അതെ, എന്നോട് നിങ്ങൾക്ക് വല്ല ദേഷ്യമുണ്ടോ? ഇല്ല, ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? അത് പിന്നെ ഉം, അതെ, പറ. നാളെ എൻ്റെ ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൾക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്. കൊടുത്ത് സഹായിക്കാം നമുക്ക്. നിങ്ങളോടാ ചോദിക്കുന്നെ. എന്താ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നെ? ഞാൻ എന്ത് പറയാനാ? എന്റെ അനുജനെ സഹായിച്ചാൽ അത് തെറ്റ്. നിന്റെ സഹോദരിയെ സഹായിക്കുന്നോട് തെറ്റില്ല. നിങ്ങളുടെ അനിയനും എൻ്റെ ചേച്ചിയും ഒന്നാണോ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ നീ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്നെങ്കിലും നീ നിന്റെ കുടുംബത്തെ സഹായിക്കുന്നത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ എന്റെ അനിയനെ സഹായിക്കുന്നത് മാത്രം നിനക്കെന്താ അത്ര ഇഷ്ടപ്പെടാത്തത്? നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട, എന്നെ പറഞ്ഞാൽ മതി. അവിടെ മൂക്കത്ത ശുണ്ടി. ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതല്ല ഏട്ടാ, എന്റെ എന്തിനാ അവസ്ഥ വെറുതെ ഫോൺ അങ്ങനെ ചെയ്തോണ്ടേയിരിക്കുന്നത്? നിന്നെ കുറിച്ച് പറഞ്ഞാൽ തന്നെ വീട്ടിൽ പ്രശ്നം. അതൊക്കെ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരും. വീട്ടിൽ വന്നാൽ ഞാൻ വഴക്ക് പറയുന്നു പറഞ്ഞ് റോഡിലിരുന്ന് മീറ്റിംഗ് അല്ലേ? ഏട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്റെ അവസ്ഥ വളരെ മോശമാ. ഇപ്പൊ കാണിച്ചു തരാൻ രണ്ടിനെ. എനിക്ക് മനസ്സിലായടാ, അതുകൊണ്ടല്ലേ നിന്നോട് ഇങ്ങോട്ട് ഞാൻ വരാൻ പറഞ്ഞു. അതെ, ഇവിടെ എന്താ പണി? ആ ഏടത്തി സുഖാണല്ലോ അല്ലേ? എങ്ങനെ സുഖമായിട്ടിരിക്കാനാ? നിങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചോണ്ടേ ഇരുന്ന നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനെന്തിനു മിണ്ടാതിരിക്കണം? വീട്ടിൽ വെച്ച് കാശ് കൊടുത്താ ഞാൻ വഴക്ക് പറയുന്നു കണ്ട് വഴിയിൽ കണ്ടു കൊടുക്കുക അല്ലേ? കാര്യം അറിയാതെ നീ സംസാരിക്കല്ലേ. നിങ്ങൾ എന്റെ വായടപ്പിക്കാൻ നോക്കണ്ട. അതെ, അങ്ങേർക്കോ വിവരമില്ല. ചോദിച്ച ഉടനെ എടുത്തു തരുന്നു. നിങ്ങൾക്ക് ചോദിക്കാതിരുന്നൂടെ? ഏത് നേരം ഇങ്ങനെ വന്ന് പൈസ തന്ന് ശല്യം ചെയ്യോ? ഞങ്ങൾക്കും ആവശ്യങ്ങളില്ലേ? ഞങ്ങളെന്താ നിങ്ങളെ പോലെ ബിസിനസ് ആണോ ചെയ്യുന്നേ? എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ഇത്തിരി പോന്ന സ്ഥലം തന്നിട്ട് പൈസ മേടിച്ചതോ പല തവണയായി. ഞാൻ എന്റെ ഏട്ടനോടല്ലേ വാങ്ങിക്കുന്ന ഏടത്തി. നിങ്ങളുടെ ഏട്ടനും കോട്ടനും ഒക്കെ പണ്ടാ, ഇപ്പോഴല്ല. എന്നെങ്കിലും ഒരിക്കൽ വാങ്ങിയ കാശ് തിരിച്ചു തന്നിട്ടുണ്ടോ? ഇങ്ങേർക്ക് അനുജനെന്ന് വെച്ചാൽ ജീവനല്ലേ? അതുപയോഗിച്ചല്ലേ പണം മേടിക്കുന്ന നിങ്ങൾ. ഏടത്തി, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നേ? എന്താ ഏട്ടാ, ചേട്ടനെന്തൊന്നും മിണ്ടാത്തെ? ഞാൻ വെറും പിച്ചക്കാരനാണോ? ഞാൻ നിങ്ങളോട് പിച്ച ചോദിച്ചു വന്ന പോലെയാണല്ലോ പറയുന്നത്. ചേട്ടൻ അതൊക്കെ കേട്ടിട്ട് മിണ്ടായിരുന്നല്ലോ എങ്ങനെയാ?
എന്താ ഏട്ടാ എന്നെ മനഃപൂർവ്വം അവമാനിക്കാൻ നോക്കുക? ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഏട്ടൻ ഏടത്തി അങ്ങോട്ട് വിളിപ്പിച്ചാന്നാ തോന്നുന്നേ. രണ്ടുപേരും ചേർന്ന് തന്നെ നാണം കെടുത്തുകയാണല്ലേ? അങ്ങനൊന്നും അല്ലടാ. അങ്ങനെയല്ലേ പിന്നെ ഇതൊക്കെ പറയൂ? സ്വന്തം അനിയനൊരു ബുദ്ധിമുട്ട് വരുമ്പോ ഏട്ടൻ സഹായിക്കുന്നതൊക്കെ സാധാരണയല്ലേ? ഒരു തവണ സഹായിക്കാം, എപ്പോഴും ചോദിച്ചാൽ എങ്ങനെയാ? ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ താല്പര്യമില്ല. ഏട്ടാ അവസാനമായിട്ട് ചോദിക്കുക, കാശ് തരാൻ പറ്റുമോ ഇല്ലയോ? പ്രശ്നം ഇത്രത്തോളം വഷളായി. അവളും ആവശ്യമില്ലാതെ ചില വാക്കുകളൊക്കെ പറഞ്ഞു. അങ്കിൾ ഇപ്പൊ എന്താ തീരുമാനിച്ചിരിക്കുന്നേ? ആ, അവൻ ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒരു രൂപ പോലും ഇതുവരെ ചെലവാക്കിയിട്ടില്ല. എനിക്കും മകളാ, പക്ഷെ അവനൊരു മകനാണ്. അതിനെക്കുറിച്ചൊന്നും അവൻ ആലോചിക്കുന്നില്ല. എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് അവനും എസ്കേപ്പായി. ഞാനാണ് അച്ഛന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയത്. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നാ അവനും അവൻ്റെ ഭാര്യയും കൂടി പുതിയൊരു കാറിലാണ് വന്നത് അവിടോട്ട്. ഓപ്പറേഷൻ്റെ ചെലവിനൊന്നും പണമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പുതിയ കാറിലാണല്ലോടോ നീ വന്നിരിക്കുന്നെന്ന് ചോദിച്ചാ അതെന്താ, ഞാൻ പുതിയ കാർ വാങ്ങാൻ പാടില്ലേ, ഞാൻ നന്നായിരിക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞ് വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാം. എന്ത് കാര്യമാണെങ്കിലും പണമില്ലെന്ന് ആദ്യം തന്നെ അങ്ങ് പറയും. ഞാൻ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. എന്നാലും എനിക്ക് അവനെ ഇഷ്ടമാണ്, അവനോട് സ്നേഹം കാണിച്ചു. ഇപ്പോൾ അവൻ കഷ്ടപ്പെടുവാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവന് പണം കൊടുത്ത് ഞാൻ സഹായിക്കുന്നത്. പക്ഷേ ഇതെന്റെ ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമല്ല. ഇപ്പൊ മാത്രമല്ല, തുടക്കം മുതലേ അവൾ അങ്ങനെയാ. ഇതുകൊണ്ട് വീട്ടിലെപ്പോഴും വഴക്കാ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇന്ന് പല കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെയാ നടക്കുന്നത്. അനിയനൊരാവശ്യം വരുമ്പോ ചേട്ടൻ സഹായിക്കുന്നത് സാധാരണയാ. പക്ഷെ പലപ്പോഴും വീട്ടിലുള്ളവര് ഇത് മനസ്സിലാക്കുന്നേയില്ല. പക്ഷെ അവരെയും അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബത്തിന്റെ ചുറ്റുപാടെന്താന്ന് അവർക്കല്ലേ അറിയൂ. അങ്കിൾ ഇക്കാര്യത്തിൽ വിവേകത്തോടെ പെരുമാറണം. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ഒരുപക്ഷെ അങ്കിളിന്റെ അനിയൻ ശരിക്കും ബുദ്ധിമുട്ടുകയാണ്, ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്കിൾ സഹായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതും അങ്കിളിന്റെ കഴിവിനനുസരിച്ച് കൊടുക്കാം. അനിയനെ സഹായിക്കാൻ വേണ്ടി അങ്കിൾ കടം വാങ്ങുകയാണെങ്കിൽ അത് തെറ്റാ. പക്ഷെ അതേ സമയത്ത് അങ്കിളിന്റെ ഈ ഉദാരമനസ്കത ഒരുപക്ഷെ അനിയൻ മുതലെടുക്കുകയാണെങ്കിൽ അതും തെറ്റ് തന്നെയാ. എന്റെ ചേട്ടൻ ഞാൻ എപ്പോ ചോദിച്ചാലും പണം തരുമെന്ന് പറഞ്ഞ് അനിയൻ അങ്കിളിനെ അന്വേഷിച്ചു വരികയാണെങ്കിൽ അത് തെറ്റാണ് അങ്കിൾ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അങ്കിൾ വിവേകത്തോടെ പെരുമാറണമെന്ന്. ഒരാൾക്ക് ദുരുദ്ദേശമുണ്ടെങ്കിൽ അയാളുടെ പ്രവൃത്തികളും അങ്ങനെയായിരിക്കും. അങ്കിള് വേണം അത് കണ്ടുപിടിക്കാൻ. നമ്മൾ ചെയ്യുന്ന സഹായം ശരിയായ ഇടത്ത് എത്തിച്ചേർന്നാൽ അതിന് ഫലം ഉണ്ടാവും. തെറ്റായ ഒരു സ്ഥലത്ത് എത്തിയാൽ നമ്മൾ തന്നെ അതിന് വളം വെച്ചു കൊടുക്കുന്നത് പോലെ ആകരുതല്ലോ അങ്കിൾ. നന്നായി ആലോചിച്ച് തീരുമാനിക്കണം. നിങ്ങളെല്ലാരും ജ്യോതി ചേച്ചി നാടകം കണ്ടല്ലോ. ഉത്തരവാദിത്വമില്ലാതെ ധൂർത്തടിച്ച് ചെലവാക്കി കളയുന്ന അനിയൻ കാരണം ചേട്ടൻ അനുഭവിക്കുന്ന കഷ്ടതകൾ കണ്ടില്ലേ? എത്രയൊക്കെ ചേട്ട അനിയന്മാരാണെങ്കിലും എല്ലാവർക്കും എല്ലാ സമയത്തും സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് മനസ്സിലാക്കി നമ്മൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരൈ അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്നേ ദിവസം നമ്മൾ ചേട്ടൻ അനിയനെ സഹായിക്കാമോ എന്ന തലക്കെട്ടിലുള്ള ജ്യോതി ചേച്ചി നാടകമാണ് നമ്മളെല്ലാവരും കണ്ടത്.
വേദപുസ്തകത്തിൽ നമ്മളോട് പറയുന്നത് എന്താണ്? ലേവ്യ പുസ്തകം 25 അധ്യായം 35 വാക്യം എന്താണ് പറയുന്നതെന്നോ, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങേണം എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു സഹോദരൻ അല്ലെങ്കിൽ അനിയനായിരിക്കുന്ന ആൾ ദരിദ്രനായി തീരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യമുള്ളപ്പോൾ ചേട്ടനായിരിക്കുന്നയാൾ വേദപുസ്തകം പറയുന്നതനുസരിച്ച് അനിയനെ സഹായിക്കണമെന്നാണ് മനോഹരമായി ഇവിടെ പറയുന്നത്. എങ്കിലും അതോടൊപ്പം തന്നെ സഹായിക്കുന്ന ചേട്ടൻ എന്നയാൾ ജ്ഞാനത്തോടെയും വിവേകത്തോടെയും പെരുമാറണം. ശരിക്കും അവർക്ക് ഒരു സഹായം ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്രത്തോളം സഹായിക്കണം എന്നുള്ളതൊക്കെ അറിഞ്ഞ് ചേട്ടൻ എന്നയാൾ സഹായിക്കണം. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ശുശ്രൂഷാപാതയിൽ പ്രാർത്ഥിക്കുന്നതിനായി ചേട്ടന്റെ കുടുംബക്കാർ വരാറുണ്ട്, അതേപോലെ അനിയന്റെ കുടുംബക്കാരും വരാറുണ്ട്. അപ്പോൾ അനിയന്റെ കുടുംബത്തിൽ നിന്നുള്ള ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, സിസ്റ്റർ, ഇന്ന് ഞാൻ ഇത്രത്തോളം നന്നായി ഇരിക്കാൻ കാരണം കർത്താവിന്റെ കൃപയാണ്, അതോടൊപ്പം എൻ്റെ ചേട്ടൻ എനിക്ക് ചെയ്ത സഹായമാണ്. കാരണം കൊച്ചുനാളിലെ ഞങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. എൻ്റെ അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. അതുകൊണ്ട് എൻ്റെ ചേട്ടനാണ് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി മേടിച്ച് ഞങ്ങളുടെ കുടുംബവും നോക്കി എന്നെയും പഠിപ്പിച്ചു. എനിക്കിങ്ങനെ ജോലിയും കിട്ടി. ഇന്ന് ഞാനും ഒരു കുടുംബത്തോടെ ഒരനുഗ്രഹമായി ജീവിക്കാൻ കാരണം ഒന്ന് കർത്താവിൻ്റെ കൃപ, രണ്ടാമതായി എൻ്റെ ചേട്ടൻ എനിക്ക് ചെയ്ത സഹായം എന്ന് പറഞ്ഞ് അനിയൻ കുടുംബത്തോടെ വന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയാറുണ്ട്. അതേ സമയത്ത് വേറെ ചില ചേട്ടന്റെ കുടുംബത്തിൽ നിന്നുള്ളവർ വരുമ്പോൾ പറയും, ആ ചേട്ടന്റെ ഭാര്യയുണ്ടല്ലോ, അവർ കുടുംബത്തോടെ വരുമ്പോൾ ഭാര്യമാരാണ് പറയുന്നത്. അവർ പറയും, മനസ്സ് തുറന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്, എങ്ങനെ പറയുന്നു എന്നുള്ളതൊന്നും മനസ്സിലാക്കാതെ പറയാറുണ്ട്. ഇദ്ദേഹം കാരണമാണ് ഞങ്ങളുടെ കുടുംബം തന്നെ ഇത്രത്തോളം മോശമായ അവസ്ഥയിലായത്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല, ഒരനുഗ്രഹമില്ല. എന്തുകൊണ്ടാണെന്നോ, എന്റെ ഭർത്താവിനോട് അവരുടെ കുടുംബത്തെ സഹായിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, സഹായിച്ചുകൊള്ളട്ടെ, എങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ. എല്ലാം എൻ്റെ അനിയന് കൊടുക്കാം എന്ന് പറഞ്ഞ് സമ്പാദിക്കുന്നത് മുഴുവൻ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇന്ന് എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ കഷ്ടപ്പെടുകയാണ്. ഞങ്ങളുടെ ജീവിതം തട്ടിമുട്ടിയാണ് പോകുന്നത്. ഇന്നും ഇദ്ദേഹം ഞാൻ അറിഞ്ഞും അറിയാതെയും ഒക്കെ അനിയന് കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർ പറയും, ഇങ്ങനെ സഹായിക്കുന്നത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യത്തിന് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് കടം വാങ്ങിക്കുന്നു. അതുകൊണ്ട് വാക്ക് തർക്കവും സമാധാനമില്ലായ്മയും കാണുന്നു എന്ന് പറയും. ചേട്ടന്റെ കുടുംബത്തിലുള്ള ഭാര്യമാരിങ്ങനെ പറയും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവിന്റെ വചനം പറയുന്നുണ്ട് ജ്ഞാനത്തോടെ പെരുമാറണമെന്ന്. വിവേകം എന്താണെന്ന് നമ്മൾ പഠിക്കണമെന്ന് വേദവചനം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ബുദ്ധിയോടുകൂടി പെരുമാറണമെന്നും വചനം പറയുന്നുണ്ട്. നമുക്ക് ഒരാളെ സഹായിക്കാൻ ഉദ്ദേശമുണ്ടോ? കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുക, കർത്താവെ, എൻ്റെ സഹോദരനാണ്, അങ്ങ് തന്ന അനിയനാണ്, അവനെ ഞാൻ സഹായിക്കണോ വേണ്ടയോ എന്നുള്ള ജ്ഞാനം എനിക്ക് തരണേ, അങ്ങയുടെ ഉപദേശം എനിക്ക് തരണേ. കർത്താവെ, അങ്ങ് ഉപദേശം തരികയാണെങ്കിൽ ആ ഉപദേശം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. അങ്ങനെ പറഞ്ഞ് കർത്താവിന് മുൻപേ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഈ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ സഹായിക്കണം എന്നുള്ളത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളെ അതിനായി വഴി നയിക്കുകയും ചെയ്യും. കർത്താവിന് മുൻപാകെ അതിനായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ അനിയൻ വരുമ്പോൾ അവന്റെ കയ്യിൽ നിങ്ങൾ സഹായിക്കുന്ന ആ പണം കൊടുക്കുമ്പോൾ അനിയന്റെ കൂടെ തന്നെ നിങ്ങളും പ്രാർത്ഥിച്ച് അതിനുശേഷം അനിയന് ആ പണം കൊടുക്കുന്ന സമയത്ത് ആ പണം വാങ്ങിച്ചു കൊണ്ടുപോകുന്ന സഹോദരനായാലും പ്രാർത്ഥനയോടുകൂടി നേടിയ പണമാണിത്, അതുകൊണ്ട് പറ്റിക്കരുതെന്നുള്ള ഒരു ഭയവും ഉണ്ടാകും. അതല്ല, നിങ്ങൾക്ക് സഹായിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ പണവും കൊണ്ട് നിങ്ങൾക്ക് ആ സഹോദരന്റെ കൂടെ പോകാം. പോയിട്ട് അത് കൊണ്ടുപോയി ആർക്കാണോ അത് കൊടുക്കേണ്ടത്, എവിടെയാണോ കടം അടച്ചു തീർക്കേണ്ടത്, അവരുടെ കയ്യിൽ നേരിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതും നിങ്ങൾക്കും നല്ലതാണ്, അനിയനും നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സഹോദരന്മാർ ഭാര്യയോട് കാര്യങ്ങൾ ഒന്നും പറയാതെ അനിയനെയോ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെയോ സഹായിക്കാറുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് അനേകം കുടുംബങ്ങളിൽ എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്.
അതുകൊണ്ടാണ് പറയുന്നത്, ചേട്ടന്റെ സ്ഥാനത്തിരുന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ ഒരു കാര്യവും സ്വന്തം ഭാര്യയിൽ നിന്നും ഒളിച്ചു വെക്കരുത്. പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ അനിയനോ അല്ലെങ്കിൽ കുടുംബമോ ഏത് സ്ഥിതിയിലാണ് ഉള്ളതെന്നത് ഭാര്യയോട് പ്രാർത്ഥനയോടെ പറയുമ്പോൾ അവരത് തീർച്ചയായും മനസ്സിലാക്കും. ഒരുപക്ഷേ അവരത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ, എന്റെ ഭാര്യയോട് പറഞ്ഞാൽ വെറുതെ വാക്കുതർക്കമാകും, അതുകൊണ്ട് എന്റെ ഭാര്യയോട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് എന്നുള്ള ഒരു സ്ഥിതിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ കർത്താവിനോട് ആത്മാർത്ഥമായി ഒരു 2-3 തവണ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ വളരെ സ്നേഹത്തോടെ ഭാര്യയോട് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുക. പ്രാർത്ഥനയോടെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു മാറ്റം കർത്താവ് കൊണ്ടുവരും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ചേട്ടനായിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അനിയന് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് പോയി അന്വേഷിക്കണം. അതുപോലെ തന്നെ അനിയൻ ചേട്ടന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ പണം ഞാൻ 1 മാസത്തിൽ തിരിച്ചു തരാം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാമെന്ന് പറയണം. അവർ പറഞ്ഞാൽ ആ ഒരു വാക്ക് അവർ ശരിയായ രീതിയിൽ പാലിക്കുന്നുണ്ടോ, ആ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ചേട്ടനല്ലേ. ഒന്നുകൂടെ ചോദിക്കാം, എനിക്ക് തരാതിരിക്കില്ല എന്ന് പറഞ്ഞ് അനിയൻ ചിലപ്പോൾ അധികാരത്തോടെ വന്നേക്കാം. അനിയൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞ സമയത്ത് തിരിച്ചു തരാതെ വീണ്ടും വന്ന് ചോദിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അവർ പറഞ്ഞ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ പോരാ. അനിയൻ പറഞ്ഞതുപോലെ ശരിക്കും മേടിച്ച പണം തിരിച്ചു തരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണോ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് അതിനുശേഷം നിങ്ങൾ സഹായിക്കണോ വേണ്ടയോ എന്നുള്ളത് നോക്കി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ അനിയനെ സഹായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ആ അനിയന്റെ അവസ്ഥ എന്താണെന്നുള്ളത് തീർച്ചയായും അവിടെ പോയി അന്വേഷിച്ചിട്ടേ ചെയ്യാവൂ. കാരണം നിങ്ങൾ കൂടുതൽ കരുണ കാണിച്ചാൽ അത് കണ്ണുനീരിൽ കലാശിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് വിവേകത്തോടെ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നന്നായി വഴി തുറക്കും, നല്ല ഉപദേശങ്ങൾ നൽകും. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, നമ്മളെപ്പോഴും വിവേകത്തോടെയും ജ്ഞാനത്തോടെയും പെരുമാറണം എന്ന്. അതുകൊണ്ട് കർത്താവിനോട് അവന്റെ അഭിഷേകത്തിനായി യാചിക്കുക. കർത്താവെ, എനിക്ക് ശക്തി തരണേ എന്ന് യാചിക്കുക. ഇന്ന് ഒരു ചേട്ടന്റെ സ്ഥാനത്തിരിക്കുന്നവർ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി ചോദിക്കുക. ആ അഭിഷേകവും ആ ശക്തിയും നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നന്നായി വഴി നയിക്കും. അവൻ ഉപദേശങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ അനിയന് നിങ്ങളെ പറ്റിക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ പോലും അവരായിരിക്കും ലജ്ജിച്ച് തിരിച്ചു പോകുന്നത്. കാരണം അവർ നിങ്ങളെ പറ്റിക്കാനായി വന്നാൽ എല്ലാ രഹസ്യങ്ങളും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അവരേത് ചുറ്റുപാടിലാണ് വരുന്നത്, അവർ എന്തുദ്ദേശത്തോടെയാണ് വരുന്നത്, എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് മനോഹരമായി വ്യക്തമാക്കി തന്ന് നിങ്ങളെ വഴി നയിക്കുന്നതാണ്. ആ അനുഭവം നിങ്ങൾക്ക് ലഭിക്കണം. ആ ഒരു അനുഭവം ഉള്ളപ്പോഴാണ് ഈ മോശമായ കാലത്തും മനുഷ്യരുടെ വാക്കുകളെ വിശ്വസിക്കാതെ നമ്മൾ ജ്ഞാനത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുന്നതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്. ഒരുപക്ഷെ പറ്റിക്കാനായി പലരും വന്നാൽ പോലും അവർ ലജ്ജിച്ച് മടങ്ങിപ്പോകുന്ന വിധം കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കും. നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല, ഒരു മനുഷ്യനും കബളിപ്പിക്കാൻ പറ്റില്ല, ഒരനിയനും നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഈ പരിപാടി കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, അനിയനെ നിങ്ങൾ സഹായിക്കണം കർത്താവിന്റെ വചനം പോലെ. അതിന് ജ്ഞാനത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കാനുള്ള കൃപ കർത്താവിൽ നിന്ന് ലഭിക്കട്ടെ. അഭിഷേകത്തോടുകൂടി കർത്താവിന് മുൻപാകെ കർത്താവിൽ സ്വയം സമർപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കുന്ന കാര്യത്തിൽ ഇടപെടുക. കർത്താവ് നിങ്ങളെ മനോഹരമായി വഴി നയിക്കും. നല്ല ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകും. പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് വഴി നയിക്കും. ഒരുപക്ഷേ നിങ്ങളുടെ അനിയൻ കബളിപ്പിക്കുന്ന അനിയനാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ആ അനിയനോട് സംസാരിച്ച് ആ അനിയന്റെ ഉള്ളിൽ ഒരു വലിയ രക്ഷയും കർത്താവിന്റെ മേലൊരു ഭയവും ഉണ്ടാക്കും. നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ അനിയനും രക്ഷ പ്രാപിക്കും. അതുപോലെ തന്നെ അനിയന്റെ ഉള്ളിലും നമ്മളും അധ്വാനിക്കണം, നമ്മുടെ കുടുംബം പോറ്റാൻ നമ്മൾ തന്നെ അധ്വാനിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടാകും, ഒരു പ്രേരണ വരും, ഒരു വാഞ്ചയുണ്ടാകും. അതുകൊണ്ട്
ഇങ്ങനെയുള്ള ഒരു അഭിഷേകം നിങ്ങൾ സ്വന്തമാക്കുക. കർത്താവ് നിങ്ങളെ വഴി നയിക്കും. നിങ്ങളിലൂടെ നിങ്ങളുടെ സഹോദരനും കുടുംബത്തിലുള്ളവരും അനുഗ്രഹം നേടുന്നതിനായി കർത്താവ് കൃപ നൽകുന്നതാണ്. ആ അനുഗ്രഹം നേടുന്നതിനായി, അങ്ങനെ ഒരു വഴി നയിക്കലിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. ഇന്നേ ദിവസത്തിനായി നന്ദി കർത്താവേ. കർത്താവേ, ചേട്ടൻ അനിയനെ സഹായിക്കണമെന്നുള്ള അങ്ങയുടെ വചനം പോലെ കർത്താവേ, അങ്ങയുടെ നല്ല ഉപദേശത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന, ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവേ. ഓരോരുത്തർക്കും ജ്ഞാനം നൽകണേ കർത്താവേ. അനിയനെ എങ്ങനെ സഹായിക്കണം, ഏത് ചുറ്റുപാടിൽ സഹായിക്കണം, എങ്ങനെ പെരുമാറണമെന്നുള്ള ജ്ഞാനവും വിവേകവും നൽകണമേ കർത്താവേ. ജ്ഞാനത്തിന്റെ ആവി കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അഭിഷേകിക്കണേ എന്ന് അങ്ങയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിവേകത്തോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു ശക്തി ഇവർക്ക് നൽകണേ. അതുപോലെ ഒരു അനിയന്റെ സ്ഥാനത്ത് നിന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവേ, അവരൊക്കെ ഒരു ചേട്ടന്റെ സഹായത്തിനായി അപേക്ഷിക്കാം. എന്നാലും ഞാൻ സമ്പാദിച്ച് ഞാൻ എന്റെ കുടുംബത്തെ പോറ്റണമെന്നുള്ള ഒരു വാഞ്ച കർത്താവെ എല്ലാവർക്കും നൽകണേ കർത്താവേ. അങ്ങനെയുള്ള ഒരു വഴി നയിക്കൽ കർത്താവ് അവർക്കും നൽകണമേ കർത്താവേ. പ്രിയപ്പെട്ട അനിയന്റെ കുടുംബവും സന്തോഷകരമായി ജീവിക്കുവാൻ കർത്താവ് കൃപ നൽകുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവെ, പ്രിയപ്പെട്ട ഒരു ചേട്ടന്റെ കുടുംബമായിരിക്കാം, ഒരു അനിയന്റെ കുടുംബമായിരിക്കാം. ഈ ചേട്ടാനിയന്മാരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇവരെ നല്ല രീതിയിൽ വഴി നയിക്കണേ. അങ്ങയുടെ വചനമനുസരിച്ച് ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് ചുമതല ഏറ്റെടുത്തതിനായി അങ്ങയ്ക്ക് നന്ദി. അങ്ങയുടെ നാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി കർത്താവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഈ പരിപാടി കാണുന്ന പ്രിയപ്പെട്ട സഹോദര, കർത്താവിന്റെ വചനം പോലെ പ്രാർത്ഥിക്കുക, അഭിഷേകം സ്വന്തമാക്കുക, അനിയനെ വേണ്ടതുപോലെ സഹായിക്കുക. എന്നും നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം മറ്റ് ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണം കുടുംബത്തോടെ കാണുക. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalamavadi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.